ഹലോ ഗസ്റ്റ് ചമ്മനിപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ലക്ഷ്മി പറയാണ്, മോള് വീട്ടിൽ പോകുന്നില്ലേ, എനിക്ക് മോളുടെ അമ്മയുടെ അടുത്ത് പോകണ്ടേ, അമ്മ വീട്ടിൽ പോയി നിൽക്കണം എന്നാന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ദേവു ഒരു തട്ട് തട്ടുവാണ് കേട്ടോ. അയ്യോ മോളെ സോറി, മോൾക്ക് അമ്മയില്ല എന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയാണ്, ഒരു കാര്യം ചെയ്യും, മോൾ എൻ്റെ വീട്ടിൽ വന്ന് നിന്നോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രമതി പറയാണ്, നിൻ്റെ ആ ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിലോട്ടാണോ ശ്രുതി മോൾ വരണ്ടേ, അവൾ ബംഗ്ലാവിലാണ് താമസിക്കുന്നത്, ഇനി ആ വീട്ടിലോട്ട് വന്ന് കയറണ്ടാത്ത കുഴപ്പമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ലക്ഷ്മിക്ക് ഭയങ്കര വിഷമമാവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ രവി പറയുന്നുണ്ട്, വീടിൻ്റെ വലിപ്പമല്ല, അവർ സ്വന്തം മോളെ പോലെ കൂട്ടിക്കൊണ്ടു പോകാൻ കാണിച്ച മനസ്സാ നീ മനസ്സിലാക്കേണ്ടത് ചന്ദ്രയെന്ന് പറയുവാണ്. ആ സമയത്ത് ശ്രുതി പറയാണ്, അമ്മേ ഇവരാരെയാണോ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നത്, അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വിളിച്ചിട്ട് ശ്രുതി അങ്ങ് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ സച്ചി വരുവാണ്. സച്ചി വരുമ്പോഴേക്കും ദേവു അമ്മ എഴുന്നേക്കും പറയണേ, അവിടെ ഇരിക്കുന്നേ എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴേക്കും അമ്മ പറയുവാണ്, ഞാൻ രേവതിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്ന ആടിമാസമല്ലേ, ആടിമാസത്തിൽ അമ്മയുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ പെണ്ണ് വന്ന് നിൽക്കണം എന്നാ ആചാരം എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ തല ചൊറിഞ്ഞിട്ട് പറയുമോ, ഇതൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ, നേരിട്ടും ഉണ്ടോ, ഇതെന്തൊരു ഗതികേടാണിത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രവി പറയുവാണ്, ഇതിനൊക്കെ ഓരോ ആചാരങ്ങളുണ്ട്, ആടിമാസത്തിൽ ചെറുക്കനും പെണ്ണും ഒരുമിച്ച് താമസിച്ച് കഴിഞ്ഞാൽ മേടമാസത്തിൽ കുഞ്ഞുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ആ സമയത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞിന് ഭയങ്കര കഷ്ടപ്പാടും ദുരന്തമായിരിക്കും, ഭയങ്കര ഇടിയും മഴയും, കാലാവസ്ഥയ്ക്കാകെ പ്രശ്നമുള്ള സമയമല്ലേ, അതുകൊണ്ടാണെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചി തലയിൽ കൈ വെച്ചിട്ട്, ഉയ്യോ ഇതൊക്കെ നേരത്തെ പറയണ്ടേ, ഇപ്പോഴാണോ പറയുന്നേ അച്ഛാന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ അതെന്താടാന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതി എവിടെ നിന്ന് പറയും, ഒന്നും മിണ്ടാതിരിക്കുക എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് പിന്നെ ആദ്യം കൂടുവാണ്, ഇനി ഇവനെങ്ങാനും പണി പറ്റിച്ചോ, പ്രശ്നമാവുമോ, ഇവർക്കാദ്യം കൊച്ചുണ്ടാവുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആദ്യം പിടിച്ചിരിക്കുവാണ് ചന്ദ്ര. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും മോള് പോയിട്ട് വരട്ടെ, ഇനി ചടങ്ങുകളൊന്നും നടക്കാതിരിക്കണ്ട എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. നിൻ്റെ അമ്മ ഇന്നലെ തന്നെ വിളിച്ച് പറഞ്ഞതാ, അതുകൊണ്ട് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നാൽ ഇവരെന്ന് പറയുകയാണ്. അപ്പോഴേക്കും സച്ചി ഇങ്ങനെ പറയുകയാണ്, ഇവരാണോ ഇത് ചെയ്തേ, എന്നാൽ അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതി പറയും, എന്ത് ലക്ഷ്യം, അത് നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ, പറ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്രമതി ഒന്നും ഇല്ലാത്ത രീതിയിൽ അവിടെ ഇരിക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും സച്ചിക്ക് ചെറിയ വിഷമമാവുകയാണ് രേവതിനെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് അറിഞ്ഞതിൽ. ആ സമയത്ത് നമ്മുടെ ശ്രീകാന്തും ദേവും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്തിനോട് ദേവ് പറയുന്നുണ്ട്, വർഷം നല്ല കുട്ടിയല്ലേ, എന്തിനാ അവളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതെന്നൊക്കെ ചോദിക്കാൻ പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, പക്ഷേ നിനക്കും എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ, അവളുടെ അച്ഛൻ്റെ എൻ്റെ അച്ഛനുമായിട്ട് നടന്ന കാര്യങ്ങളൊക്കെ, അപ്പോൾ പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് പറയുക. ആ സമയത്ത് നമ്മുടെ സച്ചിയോട് യാത്ര പറഞ്ഞ് രേവതി ബാഗൊക്കെ എടുത്ത് ഇറങ്ങുവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഫുഡൊക്കെ കറക്റ്റ് കഴിക്കണം, പുറത്തുനിന്നൊന്നും കഴിക്കരുത്, വീട്ടിൽ നിന്ന് വന്ന് കഴിക്കണം, ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടക്കരുതെന്നൊക്കെ പറയുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്നെ മിസ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര വിഷമം വന്ന് നിൽക്കുവാണ്. അപ്പോഴേക്കും രേവതിയുടെ അമ്മ കയ്യിൽ നിന്ന് ബാഗൊക്കെ മേടിച്ച് താഴെ എത്തി എല്ലാവരോടും യാത്ര പറയാൻ തുടങ്ങാൻ നേരത്ത് ശ്രീകാന്തിനോട് നമ്മുടെ ചന്ദ്രമതി ദേഷ്യപ്പെടുവാണ്, ഇവളോട് എന്താടാ കിന്നിരിച്ചുകൊണ്ടിരിക്കുന്നത്, കയറി പോടാന്ന് പറയുവാണ്. കഴിയുമ്പോഴേക്കും രേവതി അമ്മയോടും അച്ഛനോടൊക്കെ യാത്ര പറയുവാണ്. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട്, മോള് ശ്രുതിയോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങിക്കോളാൻ പറയുമ്പോൾ ആദ്യം പോയി രേവതി പ്രാർത്ഥനാമുറിയിൽ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചിട്ട് ശ്രുതിയോട് യാത്ര പറയാൻ വേണ്ടി അവരുടെ മുറിയുടെ ഡോറിൽ ചെന്ന് നോക്ക് ചെയ്യുവാണ്. നോക്ക് ചെയ്യുമ്പോഴേ ശ്രുതി പെട്ടെന്ന് ചോദിക്കുകയാണ്, എന്താ ഫുഡ് റെഡിയായോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇത് കേട്ടുകൊണ്ട് വരുവാണ്. എന്നിട്ട് ഇവളെന്താ ഇവിടുത്തെ സെർവറോ, ഫുഡ് റെഡിയാകുമ്പോൾ എന്ന് പറയാൻ. അപ്പോഴേക്കും രേവതി പറയണം, മിണ്ടായിരിക്കുക, ഞാൻ വീട്ടിൽ പോവുക, അത് പറയാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് യാത്ര പറയുവാണ് കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ശ്രുതി, ആണോ എന്നാൽ ശരി പോയിട്ട് വാ എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴേക്കും താഴെ നിന്ന് ഇത് ദേവും ലക്ഷ്മിയും കേൾക്കുന്നുണ്ട് കേട്ടോ. അവർക്കിത് കാണുമ്പോൾ വിഷമമാവുകയാണ്, രേവതീനെ ഇങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും. അത് കഴിയുമ്പോഴത്തേക്കും അവർ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞാൻ കൊണ്ടുവിടാം എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി പറയുകയാണ്, അത് വേണ്ട മോനെ, ഞങ്ങൾ ഓട്ടോയ്ക്കല്ലേ വന്നേ, ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറയുവാണ്. എന്നിട്ട് അച്ഛനോട് രേവതി മരുന്നൊക്കെ കറക്റ്റ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രമതി ഇതെങ്ങനെയും ഒന്ന് പോയാൽ മതി, പിന്നെ അച്ഛൻ്റെ കാര്യമൊക്കെ നോക്കാൻ ഞാനിവിടെ ഉണ്ട്, നീ പോകാൻ നോക്ക് രാഹുകാലത്തിന് മുമ്പെന്ന് പറഞ്ഞു വിടുവാണ്. അങ്ങനെ നമ്മുടെ രേവതി വണ്ടിയെ കയറുമ്പോൾ നമ്മുടെ സച്ചി ആകെ കണ്ണൊക്കെ നിറഞ്ഞ് രേവതിയെക്കുറിച്ചുള്ള ഓർമ്മകളുമായിട്ട് അവിടെ കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണീന്ന് കണ്ണുനീരൊക്കെ വന്നിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലോട്ട് നമ്മുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം വർഷ വിളിക്കുവാണ്, ഫോണിൽ വിളിച്ചിട്ട് എടുക്കാഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിലോട്ട് വിളിക്കുവാണ് കേട്ടോ. അപ്പം മാനേജറിനോട് ചോദിക്കുന്നുണ്ട്, ഷെഫ് ശ്രീകാന്തിനൊന്ന് കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഷെഫിനെ നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കുവാണ് കേട്ടോ മാനേജർ വിളിക്കാൻ നേരത്ത് ശ്രീകാന്ത് പറയും, ഞാനിവിടെ ഇല്ലയെന്ന് പറഞ്ഞേക്ക് സാറെന്ന് പറയുമ്പോഴത്തേക്കും
മാനേജർ അതുപോലെ തന്നെ പറയുവാണ്, ഇവിടെ ഇല്ലല്ലോ, കുറച്ച് മുമ്പ് പുറത്തോട്ട് പോയേ എന്ന് പറയുവാണ് വർഷയോട്. ഇത് കേൾക്കുന്ന വർഷയ്ക്ക് ആകെ വിഷമമായിട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന വർഷയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്